this day is a very important day in my life. This is my birthday. Happy birthday. എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ 1974 ജൂലൈ മാസം 20 രാത്രി 8:45 കൊച്ചറ റോഡിലാണ് ഞാൻ ജനിക്കുന്നത്. ആരും ഉണ്ടായിരുന്നില്ല, ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല, ലേബർ റൂം ഇല്ലായിരുന്നു, ആരുമില്ലായിരുന്നു. ഞാൻ കൊച്ചറ റോഡിലാണ് ജനിക്കുന്നത്. I was born on 1974 at 8:45 p.m. At Kochara town. There was no doctors, there was no labor room. That is the place where I was born. അത് എൻ്റെ ആത്മീകമായ ജന്മമായിരുന്നു, എൻ്റെ വീണ്ടും ജനനത്തിന്റെ ദിവസമായിരുന്നു. That was my spiritual birth, my born again day. അങ്ങനെ 47 വർഷം യേശുവിന്റെ ഒരു ദാസനായിരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. In that way, God helped me to be a servant of God for the last 47 years, and it's a blessed experience. പ്രത്യേക സെലിബ്രേഷൻ ഒന്നുമില്ല, കർത്താവിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കാം എന്ന് ഇന്ന് ഞാൻ തീരുമാനിച്ചു. Not a special celebration, but I decided that I want to work more for my Lord. രാവിലെ 6 മുതലുള്ള പ്രവർത്തനം 6:15 വരെ തുടരാൻ ദൈവം എനിക്ക് ഇടയാക്കി. അതിനുശേഷം ഈ ക്ലാസ് എനിക്ക് എൻ്റെ ബർത്ത്ഡേയുടെ എൻ്റെ ഒരു സെലിബ്രേഷൻ ആണ്. As a part of my celebration of my birthday from morning 6 o'clock, I was part of the meetings, and this is also finishing of those meetings. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ബൈബിൾ സ്കൂൾ പഠനകാലങ്ങളിലെ ഒരു അവധിക്കാലം, ഒരു വർഷത്തിന്റെ അവധിക്കാലം ചെലവഴിച്ചതിനെ കുറിച്ചാണ്. So today I'm going to share with you a vacation in my Bible school which I had spent. എല്ലാ ആഴ്ചയിലും എനിക്ക് വെള്ളി, ശനി, ഞായർ അവധിക്കാലങ്ങളായിരുന്നു. ആ സമയങ്ങളിൽ ബൈബിൾ കോളേജുമായിട്ട് തിരുവല്ലയുമായിട്ട് അടുത്തുള്ള മേഖലകളിൽ പോയി പരിശീലനം കഴിഞ്ഞിട്ട് മടങ്ങി വരുമായിരുന്നു. Every weekend, Friday afternoon, Saturday, Sunday was a holiday for us, and all around Tiruvalla we used to go and have open air meetings and come back to the Bible college. ഞങ്ങൾ വർഷത്തിൽ 3 മാസം അവധി കിട്ടും. So in a year we will get a 3 months vacation. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂട്ടുകാരും അവിടെ പഠിക്കുന്നവരും ഒക്കെ അവരുടെ വീട്ടിലേക്കോ സഭകളിലേക്കോ ഒക്കെ പോകും. In those occasions, those friends who are studying with me will go back to their home or go back to their home churches. എനിക്ക് എൻ്റെ വെക്കേഷൻ എന്ന് പറയുമ്പോൾ പരിശീലനമാണ്, അതിനാണ് ഞാൻ പോകുന്നത്. For me, the vacation meant that it is a time for open air preaching, and I would go for that. അപ്പോൾ 3 ദിവസം എന്നുള്ളത് 3 മാസമായിട്ട് കിട്ടുകയാണ് ഒരു വർഷത്തിൽ. So the thing which was 3 days in a weekend was turned to a 3 months when it was the time of vacation. അങ്ങനെ ഒരു അവധിക്കാലത്ത് ഞാൻ മുണ്ടക്കയം മുതൽ പരിശീലനം നടത്തി യാത്രയായി. In those one vacation, I started my journey from a place called Mundakayam. അത് അങ്ങനെ കൂട്ടിക്കൽ വഴി പൂഞ്ഞാർ, ഈരാറ്റുപേട്ട, പാല ഇങ്ങനെയുള്ള മേഖലകളിലാണ് ആ 3 മാസം പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചത്. So the places which were mentioned up from Mundakayam to Pala, those places is the place where we had ministered. എൻ്റെ കയ്യിൽ വലിയ വിശപ്പിന്റെ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. ആൾക്കാർ എന്നെ പലയിടത്തും സ്വീകരിക്കുകയും എനിക്ക് ഭക്ഷണം തരികയും പണം തരികയും ഒക്കെ ചെയ്തത് കൊണ്ട് പട്ടിണി കിടന്നതായിട്ട് ഓർമ്മയില്ല. I don't remember being starving in times of many places. People helped me with food and finances, and I don't remember any time going hungry. എന്നാൽ രാത്രിയിലെ ഉറക്കം ഒരു പ്രശ്നമായിരുന്നു. അത് മിക്കവാറും കടത്തിണ്ണകളായിരുന്നു. But night times the sleep place was a issue, and it was usually along the wayside. അങ്ങനെ ഞാൻ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. Like that I came to a place called Iratuvetta. മഴ പെയ്യുന്നുണ്ട്. It was rainy. അതുകൊണ്ട് ഞാനൊരു കടയിൽ കയറി. I just got into a shop. അവിടെ നിന്നവരോടൊക്കെ ഇങ്ങനെ സുവിശേഷം പറഞ്ഞു. So I was sharing the gospel with those people who were standing there. നല്ല ഇരുട്ടാൻ തുടങ്ങി. It started to darken. ആൾക്കാരെല്ലാം കടയിൽ നിന്ന് ഇങ്ങനെ അവരുടെ വീടുകളിലേക്ക് പോകാൻ തുടങ്ങി. People were returning back to their homes from the shop. അപ്പോൾ ആ കടവരാന്തയിൽ ഒരു ബെഞ്ച് ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ വളരെ സന്തോഷമായിട്ട് നിൽക്കുകയാണ്. ഇന്ന് ബെഞ്ചിൽ കിടക്കാം. ഒരു
ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ ആ ബെഞ്ചിൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് അവിടെ കിടക്കാം എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ഞാനും കടക്കാരനും മാത്രം ശേഷിച്ചു. എന്റെ നിപ്പും ഈ ബെഞ്ചിലുള്ള കൂടെയുള്ള നോട്ടം എല്ലാം കണ്ടപ്പോൾ ഈ ബുദ്ധിമാനായ കടക്കാരന് മനസ്സിലായി ഇന്ന് ഇവനിവിടെ തങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കടയെല്ലാം അടയ്ക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഈരാറ്റുപേട്ട ടൗൺ ഇവിടെ അടുത്താണ്, താൻ അങ്ങോട്ട് പോകണം, ഞാൻ കടയടയ്ക്കാൻ പോകുകയാണ്. ആ മനുഷ്യൻ ഒരു കരുണ എന്നോട് കാണിച്ചു, ടൗൺ അടുത്താണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇദ്ദേഹം നേരത്തെ പറയുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. എനിക്കവിടെ പരിചയമൊന്നുമില്ല, ഈരാറ്റുപേട്ട ടൗൺ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. രാത്രിയായി, ഒരു 8-9 മണി ആയി കാണും. നല്ല മഴയുടെ പ്രയാസമാണ്. യെസ് ഡോക്ടർ ജെസ്. അപ്പോൾ അങ്ങനെ ആ കട അടച്ചിട്ട് എന്നോട് പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ so they had shut the shop and they told me to go and there was no place for me to stay back in that place. അപ്പോൾ ഞാൻ ഒരു ബെഡ്ഷീറ്റും ഒരു ബെഡും ഒക്കെ ആ കടയിൽ തന്നെ ബെഡും കിട്ടും. So I got a bed sheet and a bed. When I gave 10 paisa, I got both. അത് മലയാള മനോരമ പത്രത്തിന്റെ 2 ഷീറ്റായിരുന്നു. That was 2 pages of Malayalam Manorama's newspaper. അതിൽ നിന്ന് മേടിച്ച കടക്കാരനെ നിങ്ങള് ഒന്നും ഓർക്കണ്ട, അദ്ദേഹം ബിസിനസ് ആണ്, അദ്ദേഹത്തിന് ഒരു കച്ചവടം ലാസ്റ്റ് കിട്ടിയല്ലോ, അതിൽ അദ്ദേഹം സന്തോഷമായി. So the shopkeeper was also happy because he got a business and I was also happy. Yes. അങ്ങനെ ഞാൻ ആ കടയിൽ നിന്ന് ഇറങ്ങി. So I got off from that shop. ഒരു ഷീറ്റ് ഞാൻ തലയിൽ വെച്ചു, ഒരെണ്ണം ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്, എവിടെങ്കിലും പോയി one sheet I had kept on my head, another one I had kept in my hand to lie down somewhere. ഇടിമിന്നലിന്റെ മനോഹാരിത അന്നാണ് എനിക്ക് lightning in that night. ഇടയ്ക്കിടയ്ക്കുള്ള ആ ഇടിമിന്നൽ മുഖാന്തരം എനിക്ക് വഴി കാണാം, സ്ഥലം കാണാം. എനിക്ക് ഒട്ടും കാണാതെ വരുമ്പോൾ ഒരു ഇടിമിന്നൽ ഉണ്ടാകും, അപ്പോൾ വഴി കാണാം. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. In between those thunder and lightnings which was striking was showing me the way. When it was darkening and don't know the way, there was a lightning and I could see the further way. അടുത്ത ഒരു ഫർലോങ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ഇടിമിന്നൽ വന്നപ്പോൾ ഞാനൊരു സ്കൂൾ കെട്ടിടത്തിന് മുൻപിലാണ് എന്ന് എനിക്ക് മനസ്സിലായി. After one furlong, another lightning when it struck, I was in front of a school. I came to understand. ഞാൻ അതിന്റെ വരാന്തയിലേക്ക് പോയി, ആരുമില്ല വിടുന്നു. So I went near the veranda, no one was there. ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പേപ്പർ, ഒരു ഷീറ്റ് വിരിച്ച് പ്രാർത്ഥിച്ച് അവിടെ കിടന്നുറങ്ങി. So the paper I had kept safely, I spread it across and I prayed and slept there. നല്ല ഉറക്കം, a wonderful sleep. രാത്രിയിൽ എപ്പോഴെങ്കിലും ഉണർന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. I don't remember getting up in the middle of the night. രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ പേപ്പർ കാണാനില്ല. When I woke up in the morning, this paper is not to be seen. അതെല്ലാം ഈ മഴ കൊണ്ട്, ഈ സിമന്റ് തറ ഈർപ്പമായത് കൊണ്ട് അതൊക്കെ എന്റെ പുറത്തും ആ തറയിലും ഒക്കെ ആയി കഴിഞ്ഞിരുന്നു. Because of the rain and I was on the cement floor, it had always upon my body and it was already flown away. അതൊരു അവധിക്കാലമായിരുന്നത് കൊണ്ട് സ്കൂൾ പരിസരങ്ങളൊന്നും വൃത്തിയാക്കിയിരുന്നില്ല, തൂത്തിരുന്നില്ല, വളരെ മലിനമായിരുന്നു. പക്ഷേ എനിക്ക് അതൊരു ബാധകമായില്ല. Because it was a time of vacation, it was not cleaned properly, the school veranda, but it was not a matter of concern to me. സുഖമായിട്ട് ഉറങ്ങുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. The Lord gave me a blessed opportunity to sleep well. അങ്ങനെ എത്ര അനുഭവങ്ങൾ ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ എന്റെ ജീവിതാനുഭവത്തിന്റെ മറ്റൊരു ഭാഗവുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. Like that, there are so many experiences, God willing, I want to share more of my life experiences in the coming weeks. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. We'll go to the book of Revelation. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന തുയത്തൈര സഭയെ കുറിച്ചാണ്.
Today we are going to meditate upon the church of Thyatira. വെളിപ്പാട് പുസ്തകം 1-2 അധ്യായങ്ങളില് 2-3 അധ്യായങ്ങൾ. 1-ാം അധ്യായം യേശുവിനെ കുറിച്ചുള്ള യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത, ആ മഹത്വ വർണ്ണനയാണ്. 2-3 അധ്യായങ്ങളിൽ കർത്താവിന്റെ സഭയെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. Chapters 2 and 3 are the messages to the 7 churches which are written in these 2 chapters. എഫെസോസ് സഭയെക്കുറിച്ചും സ്മുർന സഭയെക്കുറിച്ചും പെർഗമോസ് സഭയെക്കുറിച്ചും ഒക്കെ അല്പമായി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. We thought about a little from the churches of Ephesus, Smyrna and Pergamos. അതിനെക്കുറിച്ച് ഇനിയും നമ്മൾ കൂടുതലായി പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അഭിഷിക്തന്മാരായ ദൈവദാസന്മാരുടെ പുസ്തകങ്ങളും അവരുടെ ക്ലാസ്സുകളിലും പങ്കെടുക്കണം. We can learn more from those churches. You can take part in the Bible studies and the books of the anointed servants of God. ഇന്ന് നമ്മൾ 4ാമത്തെ സഭ, തുയത്തൈര സഭയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. Today we are going to study about the 4th church, the church in Thyatira. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലായിട്ട് ഈ സഭയെക്കുറിച്ച് 11 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. Revelation chapter 2 verse 18 to 29. These 12 verses, these verses are about Thyatira is written. ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ വായിക്കാം, ഡോക്ടർ ജസ്റ്റിന് ഇംഗ്ലീഷിൽ വായിക്കും. നിങ്ങളുടെ ബൈബിൾ തുറന്ന് നിങ്ങളും വായിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. Yeah, please open your Bibles and you also read. The Holy Spirit will speak to you. First we'll read in Malayalam, then English. തുയത്തൈരയിലെ സഭയുടെ ദൂതന് എഴുതുക. അഗ്നിയാലക്കത്തെ കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയെന്നും അറിയുന്നു. വാക്യം 20. എങ്കിലും താൻ പ്രവാചക എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും തന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാൻ ഉണ്ട്. അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയത്തൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുകയും എന്ന് ഞാൻ കൽപ്പിക്കുന്നു. വാക്യം 26. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. Please read in English. Yeah, I'm reading from Revelation chapter 2 verse 18 onwards. And unto the angel of the church in Thyatira write, these things saith the Son of God, who hath his eyes like unto a flame of fire, and his feet are like fine brass. I know thy works, and charity, and service, and faith, and thy patience, and thy works, and the last to be more than the first. Notwithstanding, I have a few things against thee, because thou sufferest that woman Jezebel, which calleth herself a prophetess, to teach and to seduce my servants to commit fornication and to eat things sacrificed unto idols. And I gave her space to repent of her fornication, and she repented not. Behold, I will cast her into a bed, and them that commit adultery with her into great tribulation, except they repent of their deeds.
and I will kill her children with death. And all the churches shall know that I am he which searcheth the reins and hearts, and I will give unto every one of you according to your works. But unto you I say, unto the rest in Thyatira, as many as have not this doctrine, and which have not known the depths of Satan, as they speak, I will put upon you none other burden, but that which ye have already hold fast till I come. And he that overcometh and keepeth my works unto the end, to him will I give power over the nations, and he shall rule them with a rod of iron, as the vessels of a potter shall they be broken to shivers, even as I received of my Father. And I will give him the morning star. He that hath an ear, let him hear what the Spirit saith unto the churches. ദൈവത്തിന്റെ ആത്മാവ് സഭയോട് നമ്മോട് പറയുന്ന ഈ ദൂത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ഭയമുണ്ടായി. When the Spirit of God spoke the message to this church, when I read this, I had a deep fear reading it. ഒരു 4 മണി കഴിഞ്ഞാണ് ഇന്ന് തിരക്കായതുകൊണ്ട് ഈ ക്ലാസ്സിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടി ഞാൻ ഇരുന്നത്. Since I was busy, after 4 p.m. is what I started sitting for preparation for this class. ഇത് ഞാൻ ഇങ്ങനെ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് വലിയ ലിറ്ററലി എനിക്ക് ഭയം തോന്നി. Even as I was writing notes on this, I literally felt a genuine fear when I was going through preparation of this. നമ്മുടെ ദൈവം എത്ര വിശുദ്ധനാണെന്നും അശുദ്ധിക്കെതിരായിട്ട് ദൈവം എങ്ങനെ ഇടപെടും എന്നുമുള്ള ആ ശിക്ഷാവിധികളെ കുറിച്ചുള്ള ഭയം. What a holy God that we serve, and how he is against the unholiness and the punishment that he has kept for the unholy people. നാം ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചറിയണം, കരുണയെ കുറിച്ചറിയണം, ക്ഷമയെ കുറിച്ചറിയണം. അത് മാത്രം പോരാ, ദൈവത്തിന്റെ നീതിയെ കൂടി നമ്മൾ അറിയണം. We should know about the love, the mercy, and the long suffering of God, but that is not enough. We need to know the righteousness and the justice of God. തുയതൈര പട്ടണം ആസിയ മൈനറിന്റെ ഒരു അതിർത്തി പട്ടണമായിരുന്നു. The city of Thyatira was a part of Asia Minor. അവിടെ ഗ്രീക്കുകാരുടെ കോളനിയായി, പിന്നീട് അത് റോമാക്കാർ പിടിച്ചു. ഇപ്പോൾ അത് തുർക്കിയുടെ കയ്യിലാണ് ഈ പട്ടണം. It was initially a part of the Greek colony, then became a part of the Roman colony. Now it is in the modern day Turkey. ഇന്ന് അഖിസാർ എന്ന തുർക്കിയിലെ ഒരു വലിയ നഗരമാണ് ഈ തുയതൈര, അല്ലെങ്കിൽ ആ നഗരത്തിന്റെ ഉള്ളിലാണ് ഈ തുയതൈര. This Thyatira is situated in a place called Akish, in a place called modern Turkey. ധാരാളം ഡായ് ചായങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പട്ടണമായിരുന്നു. പ്രത്യേകിച്ച് പർപ്പിൾ ഡായ്, രക്താംബരം, ഇതുപോലുള്ള ചായങ്ങളൊക്കെ, വളരെ തുണിത്തരങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ പട്ടണമായിരുന്നു അത്. It was a great city which was manufacturing lots of different kinds of dyes, especially the purple dye. It was a place of manufacturing. അവിടെ ഒരു ചെറിയ യൂത കോളനി ഒക്കെ ഉണ്ടായിരുന്നു. There was a small Judean colony there. അവിടെയും ഒരു ക്രിസ്തീയ പ്രവർത്തനം ആരംഭിക്കുവാൻ ഇടയായി. There was also a Christian work which had begun. ധാരാളം ആൾക്കാർ ആ സഭയിലേക്ക് വരുവാൻ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ദൈവം ഇടയാക്കി. In the first century itself, many people had gathered together in this church. കർത്താവ് ഈ സഭയിൽ വെളിപ്പെടുന്നത് നമ്മൾ 18-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. How the Lord appears to this church, we see in the words 18. അഗ്നിയാലയ്ക്കത്തെ കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ളവനായ യേശുവാണ് ഈ സഭയ്ക്ക് പ്രത്യക്ഷനാകുന്നത്. He is the Son of God, who has the eyes like unto a flame of fire, and his feet are like fine brass, depicting the Lord Jesus. ലാസറിന്റെ കല്ലറയിൽ കരഞ്ഞ കർത്താവിന്റെ കണ്ണുകൾ ഇപ്പോൾ അഗ്നിജാല പോലെ കോപത്തിൽ ജ്വലിക്കുന്നു. The same eyes which cried at the tomb of Lazarus is now shining like the flames of fire with that fierce anger.
റോമാക്കാർ കാലിരുമ്പ് കൊണ്ടടിച്ച ആ കാലുകൾ ഇപ്പോൾ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായിട്ട് ആരെയും ചവിട്ടിമെതിക്കും എന്നുള്ള നിലയിൽ വരികയാണ്. The same feet which was nailed to the cross is now as strong as like a fine brass, who it can trample on whomever it pleases. ഈ വരവ് കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും. If you see this appearance, we will be trembling. അങ്ങനെ വരുവാൻ കാരണവുമുണ്ട്. And there is a reason why he is appearing like that. പക്ഷെ അങ്ങനെ വന്ന കർത്താവ് അവരുടെ നന്മകളാണ് ആദ്യം പറയുന്നത്. The Lord who came in that way, first he is commending of the good works. നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയൊരു ഗുണം ആരുടെയും നന്മകൾ പറയാൻ താൻ പിശുക്ക് കാണിക്കുകയില്ല. Our Lord's greatest character is he is not afraid of telling about the good things of others. അപ്പോൾ തന്നെ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കർത്താവ് ഭയപ്പെടാറുമില്ല. In the same way, he is not afraid to point out the shortcomings in our lives. രണ്ടാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അവരുടെ 5 ഗുണങ്ങളെ കുറിച്ച് പറയുകയാണ്. Second chapter verse 19, there are 5 characters as spoken of. അവരുടെ പ്രവൃത്തി, സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത. Their works, their love, their service, their faith and their patience. കർത്താവ് പറയാണ്, നിന്റെ പ്രവൃത്തിയിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. The Lord is saying, I am very pleased with your works. നല്ല പ്രവൃത്തി നിനക്കുണ്ട്. You have good works. നിന്റെ സ്നേഹത്തിൽ എനിക്ക് സന്തോഷമാണ്. I am pleased in your love and charity. നീ ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന സ്വഭാവം നിനക്കുണ്ട്. You also have a character of loving your enemies. നിന്റെ വിശ്വാസം എനിക്ക് സന്തോഷമാണ്. I am pleased with your faith. എന്നിൽ നിനക്ക് സംശയങ്ങളൊന്നുമില്ല. I have no doubt in that. മാത്രമല്ല നിന്റെ ശുശ്രൂഷയിൽ ഞാൻ ആനന്ദിക്കുകയാണ്. Not only that, I am very pleased in the ministry that you are doing. ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു മനോഭാവം. You have a heart of ministry. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു മനോഭാവം. You are having that heart to serve the Lord. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും രോഗികളെ ശുശ്രൂഷിക്കുവാനും അനാഥരെ കാണാനും ഒക്കെ the poor, and your heart is great to serve them in the time of need. മാത്രമല്ല നിന്റെ സഹിഷ്ണുത സമ്മതിക്കേണ്ടതാണ്. And also I want to commend your patience, very commendable. എത്ര എതിർപ്പാണ് നിന്നത്. How much ever oppositions, that persecutions that you have gone through, but you have stood in the great patience. ശുശ്രൂഷകളും ഒന്നും മനസ്സിലാക്കാതെ നിന്നോട് കോപിച്ചപ്പോൾ എതിർത്തപ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാളും ഇതെല്ലാം ഇപ്പോൾ ഇരിക്കുകയാണ്. Not only that, more than the കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. Your good works, it's not only that it is not reduced, but it is increased. നിന്റെ സ്നേഹം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. Your love has your love has not reduced, but it has increased. നിന്റെ വിശ്വാസം your love has not reduced, it has increased. Your faith is not reduced, but it has increased. Your ministry has increased, not reduced. Your patience has increased, not reduced. ഇതുപോലെ നിങ്ങളുടെ നന്മകളെ കുറിച്ച് പറയുന്ന നല്ലൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. In this way, our Lord is a wonderful Lord who commends of our good works. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. May the Lord bless you all richly. നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ സഹിഷ്ണുതയും ആരും കണ്ടില്ലെങ്കിലും ആരും അഭിനന്ദിച്ചില്ലെങ്കിലും സ്വർഗം കാണുന്നുണ്ട്. Your works, your love, your service, your faith, your patience, your service to God, if no one sees or no one appreciates it, but heaven sees it.
ആരും എഴുതുന്നില്ലെങ്കിലും പറയുന്നില്ലെങ്കിലും കർത്താവ് അത് എഴുതി വെച്ചിട്ടുണ്ട്. Though no one may write about it or say about it, but the Lord has written about it. 2000 വർഷങ്ങൾക്ക് മുൻപ് ആസിയയിൽ ഉണ്ടായിരുന്ന ഒരു സഭയുടെ നന്മകൾ ഞാൻ ഇവിടെ പ്രസംഗിക്കും, ഡോക്ടർ ജസ്റ്റിൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും, നിങ്ങളത് കേൾക്കുമെന്നൊക്കെ ഇവർ ഓർത്തിരുന്നു. 2000 years ago, the works which are done, I would be preaching, Dr. Justin will translate. Would they have imagined anything like that? ഇതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് കർത്താവ് അത് പ്രശംസയായിട്ട് തന്നെ പ്രസിദ്ധം ചെയ്തിരിക്കും. In the same way, the works that we do, the Lord will commend more than we ask or imagine. The Lord will publish about it. എന്നാൽ 20 മുതലുള്ള വാക്യങ്ങളിൽ, but the verses from 20 onwards, സഭയുടെ ഒരു കുറ്റം പറയുകയാണ്. The wrong doing of this church is pointed out. ഇസബേൽ എന്ന ഒരു സ്ത്രീയെ ഈ സഭ അംഗീകരിച്ചിരിക്കുന്നു. This church had accepted a woman called Jezebel. അത് കർത്താവിന് ഇഷ്ടമല്ല. And it was not pleasing to the Lord. അതുകൊണ്ട് സഭയുടെ ഒരു കുറ്റമായിട്ട് കർത്താവ് അത് കണക്കാക്കുന്നു. So the Lord is seeing this as a shortcoming of this church. ഇസബേലിനെതിരായിട്ട് അവരുടെ മക്കൾക്കെതിരായിട്ടുള്ള ദൂതുകളാണ് 20 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. From verses 20, we see the messages against this woman Jezebel and her children. ഇവിടെ നാം വായിക്കുന്നത്, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. Verse 20, notwithstanding, I have a few things against thee, because thou sufferest that woman Jezebel, which calleth herself a prophetess, to teach and to seduce my servants, to commit fornication and to eat things sacrificed unto idols. നല്ല പ്രവൃത്തിയും നല്ല സ്നേഹവും നല്ല വിശ്വാസവും നല്ല ശുശ്രൂഷയും നല്ല സാക്ഷ്യതയുമുള്ള സഭയ്ക്കകത്ത് ഇസബേൽ കടന്നിരിക്കുന്നു. The same church which had good works and charity and service and faith and patience, here Jezebel had entered. ഇവരുടെ സ്നേഹവും സഹിഷ്ണുതയും അവൾ ചൂഷണം ചെയ്യുന്നു. Their faith and their patience, this prophetess is trying to seduce them. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, ശത്രുക്കളെ സ്നേഹിക്കുന്നു, നമുക്കും അങ്ങനെ ആയിരിക്കണമെന്നുള്ള അവരുടെ വിശാലമായ കാരുണ്യം ഈ ഇസബേലിന് നല്ലൊരു സ്പേസ് ആ ചർച്ചിൽ ഉണ്ടാക്കി കൊടുത്തു. The Lord loves everyone. We need to accept everyone, and we need to love our enemies. Has brought in a space for Jezebel also to be accommodated in this church. കർത്താവിന്റെ സഭയിൽ ആ സഹിഷ്ണുത കാണിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. The Lord is not desiring for the church to show that kind of tolerance for this kind of people. Because the Lord's church is not belonging to me or you. അതുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടമാണ് അവിടെ പ്രധാനം, എന്റെ ഇഷ്ടമല്ല. That is why the Lord's liking, his desire is important, not our liking or desire. സഭയോട് അത് കുറ്റമായിട്ട് കർത്താവ് പറയുകയാണ്. And the Lord is pointing out that as a mistake against this church. രണ്ടാമതായിട്ട് ഈ സ്ത്രീയോടുള്ള ദൂതാണ്. Second, a message against this woman. അവളുമായി ബന്ധപ്പെടുന്നവരുമായിട്ടുള്ള ദൂതാണ്. And also a message to those who are associating themselves with this woman. അത് 21, 22, 23 വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്. That's written in verses 21, 22 and 23. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലുമാക്കി കളയും. വാക്യം 23, അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. I gave her a space to repent of her fornication, and she repented not. Behold, I will cast her into a bed,
and them that commit adultery with her into great tribulation, except they repent of their deeds. Verse 23, and I will kill her children with death, and all the churches shall know that I am he who searcheth their reins and hearts, and I will give unto every one of you according to your works. കരുണാസമ്പന്നനായ വാക്കുകളാണിത്. These are the words of the Lord who is full of mercy. ന്യായപ്രമാണ യുഗത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ദൈവമല്ല, കൃപായുഗത്തിൽ നിന്നുകൊണ്ടാണ് സഭായുഗത്തിൽ നിന്ന് സംസാരിക്കുന്ന സഭാനാഥന്റെ വാക്കുകളാണിത്. He is not speaking in the dispensation of judgment, but he is standing in the dispensation of the grace and church. As the Lord of this period, he is speaking these words. കരുണയും സ്നേഹവും ഇല്ലാതെ എല്ലാം ന്യായവിധിയുടെ വാക്കുകൾ പറയുന്ന ക്രൂരനായ ഒരാളുടെ വാക്കല്ല. It is not words of a cruel person without love and mercy is what we are hearing here. സ്നേഹവും കരുണയും നിറഞ്ഞു നിൽക്കുന്ന കരുണാസാഗരമായ, ആരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന യേശുവിന്റെ വാക്കുകളാണിത്. But he is the person who is filled with love and mercy and willing that no one should perish. That kind of our Lord is speaking here. ഈ തുയത്തൈരയിൽ രണ്ട് സ്ത്രീകളെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. In this Thyatira, two women we can be introduced to. അതിലൊന്ന് പ്രവർത്തികളുടെ പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. In that one we will see in the books of Acts. അത് തുയത്തൈരയിൽ നിന്ന് വന്ന ലുദിയയാണ്. It is a person called Lydia who was belonging to a place in Thyatira. അവളൊരു ബിസിനസ്സുകാരിയാണ്. She was a businesswoman. രക്താംബരം വിൽക്കുകയാണ്. She was the seller of purple. ഞാൻ പറഞ്ഞല്ലോ, തുയത്തൈര പട്ടണത്തില് രക്താംബരം, ചായങ്ങൾ, തുണിത്തരങ്ങൾ എല്ലാം ധാരാളം ഉണ്ടായിരുന്നു. പ്രസിദ്ധമായ ഒരു വാണിജ്യ മേഖലയായിരുന്നു തുയത്തൈര. As I was saying, the Thyatira was a very famous city for manufacturing of dyes, especially the purple dye, and it was very famous for it. അവൾക്ക് അവിടെ സഭയുണ്ടായിരുന്നെങ്കിലും യേശുവിനെ കുറിച്ചൊന്നും അറിയാൻ ഈ സഹോദരിക്ക് കഴിഞ്ഞില്ല. Though she had a church in that place, she didn't have an opportunity to listen about the Lord Jesus. അവൾ അവിടുന്ന് ഒരു ബിസിനസ് ട്രിപ്പിന് വേണ്ടി യൂറോപ്പിൽ ഫിലിപ്പിയിൽ വന്നിരിക്കുകയാണ്. She had come as a business trip from there to a place called Philippi in Europe. ആ സന്ദർഭത്തിൽ അപ്പോസ്തലനായ പൗലോസും അവിടെ വന്നു. In that situation is where Apostle Paul also had come to that city. ഒരു ശനിയാഴ്ച ഏതെങ്കിലും യഹൂദന്റെ സുന്നഗോഗ് കാണും എന്നുള്ള താല്പര്യത്തിൽ താൻ അന്വേഷിച്ച് നടന്നിട്ട് അവിടെ എങ്ങും ഒരു പള്ളിയും കണ്ടില്ല. One Saturday there will be some synagogue belonging to the Jews. He was searching and he didn't find any synagogue there. അപ്പോൾ താൻ നോക്കിയപ്പോൾ ഒരു പുഴയുടെ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നു. Then when he saw there was a riverside and a group of people were standing there. സഹോദരിമാരാണ്. അവർ ഈ ലുദിയയിൽ നിന്ന് ഈ തുണിത്തരങ്ങളും പർപ്പിൾ പല കളറുകളും ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. The group of women were there. They were the ones who were selling this purple and different kinds of dyes. പൗലോസ് ഒരു പരസ്യം അങ്ങ് നടത്തി. So Paul had an open air preaching in that place. യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ അങ്ങനെയാണ്. The disciples of the Lord Jesus are all like that. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. They were like that those days, even in these days. അവർക്ക് എവിടെ ആള് കിട്ടിയാലും അത് അവരുടെ വേദിയാണ്. Wherever they get a group of people, that is their preaching place. ഈ കച്ചവടം നടക്കുന്നതിനിടയ്ക്ക് ഈ ലുദിയയുടെ ഹൃദയം ദൈവം തുറന്നു. In the midst of those businesses happening there, the Lord opened the heart of this Lydia. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ അവളെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് അവൾ ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു എന്നാണ്. Acts chapter 16 verse 14, the Holy Spirit has spoken about Lydia. She is the one who worshipped the Lord, and her heart the Lord had opened, and she was devoted to the Lord. അവൾ യേശുവിനെ സ്വീകരിച്ചു. She had received the Lord Jesus. അവൾ സ്നാനപ്പെട്ടു. She took baptism. ദൈവദാസന്മാരോട് അവൾ അപേക്ഷിച്ചു,
എന്നെ നിങ്ങൾക്ക് സംശയമില്ലെങ്കിൽ ഞാൻ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു സഹോദരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ദയവായിട്ട് എന്റെ വീട്ടിൽ വന്ന് പാർക്കണം. She besought the servants of the Lord, if you have judged me to be faithful to the Lord, come into my house and abide there. പൗലോസ് അവിടെ താമസിക്കുകയുണ്ടായി. Paul went and stayed in that house. അങ്ങനെ നമ്മൾ ഈ തുയത്തൈരായില് അനുഗ്രഹീതയായ ഒരു സഹോദരിയെ കാണുകയാണ്. 2 ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഓഫാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അങ്ങനെ കർത്താവിനെ അവൾ സ്വീകരിച്ചു. ദൈവദാസന്മാർ അവിടെ പോയി താമസിക്കുന്നു. അങ്ങനെയാണ് ഈ തുയത്തൈരായിലെ വിശുദ്ധയായ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നത്. Like that, we see a blessed woman where Paul went and stayed in their house, and a holy woman who was devoted to the Lord is what first woman we see. ഇവിടെ നമ്മൾ മറ്റൊരു സ്ത്രീയെ കാണുന്നു. അവൾ സഭയ്ക്കകത്താണ്. അവളുടെ പേര് ഇസബേൽ എന്നാണ്. And here we see another woman. She's inside the church. Her name is Jezebel. അവൾ ഈ ലുദിയായിക്കൊക്കെ മുൻപായി ഈ സഭയിൽ വന്നവളാണ്. And she had come into the church before Lydia all had entered this church. സഭകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബിലിയാമിന്റെ ഉപദേശം, നിക്കലോവിയരുടെ ഉപദേശം, അതുപോലെ തന്നെ ഇസബേലിന്റെ ഉപദേശം എന്നൊക്കെ പറയാൻ ഒരു കാരണമുണ്ട്. So when we read about the church, we see about the doctrine of Balaam, doctrine of the Nicolaitans, and all these doctrines. There's a reason attached to it. ഈ കഥാപാത്രങ്ങൾ ഇവർക്ക് പുറകിലായിട്ട്, അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് ഇതേ പേരിൽ ചിലരൊക്കെ ജീവിച്ചിരുന്നിരിക്കും. So these like actors in the play. These were the names these people had lived in the Old Testament days. പഴയ നിയമത്തിൽ നമ്മൾ ഒരു ഇസബേലിനെ കാണുന്നുണ്ട്. In the Old Testament, we see a woman called Jezebel. രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിലാണ് നാം അത് കാണുന്നത്. We see in 1 Kings about this lady. ആഹാബ് രാജാവിന്റെ ഭാര്യയായിരുന്നു അവൾ. She was the wife of King Ahab. അവൾ ഒരു ഫൊയ്നിക്കൻ, ഇന്നത്തെ ലെബനോൻ മേഖലയിൽ നിന്ന് വന്നവളായ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. She was a beautiful woman from Phoenicia in today's modern day Lebanon. She was from that place. അവൾ ആഹാബ് രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു. അവൾ ആഹാബ് രാജാവിന്റെ, she was the dear wife of Ahab the king. ഈ ഇസബേൽ ഒരു ദുർനടപ്പുകാരിയും വിഗ്രഹാരാധിയും ബാലിന്റെ ആരാധകയുമായിരുന്നു. This Jezebel was a wicked woman, a worshipper of Baal and the worshipper of idols. അവളുടെ കാലത്ത് യഹോവയായ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ജനം ബാലിനെയും യഹോവയെയും ആരാധിക്കുന്ന നിലയിൽ, വരത്തക്ക നിലയിൽ ഇവൾ ജനത്തെ ഉപദേശിക്കാനായി തുടങ്ങി. In her days of rule, the people of God were worshipping God and Baal, and in that way she was teaching those people in those days. അവളുടെ ഭർത്താവിനെയും അവൾ വശീകരിച്ചു. She had already seduced her own husband into it. അതുകൊണ്ടാണ് ഏലിയാവ് ചോദിക്കുന്നത്, നിങ്ങൾ 2 തോണിയിൽ കാല് വെച്ച് നിൽക്കുന്നത് എന്ത്? ബാല് ദൈവമെങ്കിൽ ബാലിനെ ആരാധിക്കുക, യഹോവ ദൈവമെങ്കിൽ യഹോവയെ ആരാധിക്കുക എന്നൊക്കെ ഏലിയാവ് പ്രസംഗിച്ചത് ഈ കാരണത്താലാണ്. That is why Elijah is challenging his people of God. Why are you altering between 2 opinions? If God be your God, worship him. If Baal be your God, worship him. അവിടെയുള്ള ആത്മീക മേഖലകളിലെല്ലാം ഉപദേശം കൊടുക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഇസബേൽ. She was a woman who was giving advices in those spiritual atmosphere. ഒരു സംഭവം പറയാം. One incident I want to say. നാബോത്ത് എന്ന് പറയുന്ന ഭക്തനായ ഒരു മനുഷ്യൻ ഈ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. There was a God-fearing person called Naboth in this Israel. അതിനടുത്താണ് ഈ ആഹാബും ഇസബേലും ഒക്കെ താമസിക്കുന്നവരുടെ കൊട്ടാരം, അതിനടുത്താണ്.
And the Ahab and Jezebel, their palace was nearby this place. ഈ അഹാബിനൊരു ആഗ്രഹം, അയാളുടെ ഈ മുന്തിരിത്തോട്ടം മേടിച്ച് ഒരു ചീരത്തോട്ടമാക്കി പച്ചക്കറി തോട്ടമാക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഈ രാജാവിനുണ്ടായി. Ahab the king had a desire to take the vineyard belonging to Naboth and turn it into a garden where he could use it for himself. അഹാബ് ഈ നാബോത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ ഈ സ്ഥലം എനിക്ക് തരണം, എനിക്ക് ശലം ചീര കൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ നടത്താൻ ആഗ്രഹമുണ്ട്, നിനക്ക് വിലയും തരാം അല്ലെങ്കിൽ വേറെ സ്ഥലവും തരാം എന്ന് പറഞ്ഞു. Ahab went and requested Naboth, I want your vineyard, I want to make it into a garden where I want to grow vegetables, I can pay for it and also give you another alternate land for it. അപ്പൊ ആഹാബിനെ സംബന്ധിച്ചിടത്തോളം തന്റെ പിതാക്കന്മാരിലൂടെ ലഭിച്ചതാണ്, യഹൂദനെ സംബന്ധിച്ചിടത്തോളം പിതാക്കന്മാരിലൂടെ ലഭിച്ച് പൈതൃകമായി ലഭിച്ചത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നഷ്ടമാക്കുന്ന ഒരു പാപമാണ്. അഥവാ നഷ്ടമായാലും അതിനെ വീണ്ടെടുത്തുകൊള്ളണം, അത് അവരുടെ നിയമമാണ്. As far as Naboth was concerned, because he was belonging to a Jewish tradition, whatever inheritance they received from their father, they do not want to lose it. In case they have lost it, they need to redeem it. That was the law which was concerning this inheritance. നാബോത്ത് പറഞ്ഞു, അത് രാജാവെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്റെ പിതാക്കന്മാരുടെ സ്വത്താണ്, ഞാൻ നേടിയതൊന്നുമല്ല, അതുകൊണ്ട് ഞാനിത് തരികയല്ല എന്ന് അയാൾ അങ്ങ് തുറന്നു പറഞ്ഞു. So Naboth told openly, dear king, that this is the inheritance which was my father's given. I have not got it, so I will not be able to give it. ഈ രാജാവ് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാതെ കട്ടിൽ കമന്ന് കിടന്ന് കരഞ്ഞു കിടക്കുകയാണ്. This Naboth, without eating any food, he is lying down on his bed crying. അപ്പോൾ ഭാര്യ ഇസബേൽ വന്ന് ചോദിച്ചു, എന്താ ഇങ്ങനെ ഒന്നും കഴിക്കാതെ കിടക്കുന്നത്? His wife Jezebel came and asked her husband, what is happening? What happened to you? Why are you not eating? പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു നാണക്കേട് ഉണ്ടായിട്ടില്ല, ഞാൻ ആ നാബോത്തിനോട് സ്ഥലം ചോദിച്ചു, അവൻ തന്നില്ല എന്ന് പറഞ്ഞു. He said, in my life I have not gone through such a shame. I asked the place from Naboth and he said he won't give it to me. ഇസബേൽ ചോദിച്ചു, നിങ്ങൾ ഇസ്രായേലിന്റെ രാജാവാണോ? നിങ്ങൾ എന്തൊരു മനുഷ്യനാ? ഏതായാലും മിണ്ടാതിരിക്കെ, കാര്യം ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞു. Jezebel asked, are you the king of Israel? You be silent, I will look after it. അവിടെ ജൂതന്മാരുടെ ഒരു പ്രാർത്ഥന ടീം അവിടെ ഉണ്ടായിരുന്നു. There was a prayer team of this Jewish people. അവൾ ഒരു കത്ത് കൊടുത്തുവിടുകയാണ്. She is writing a letter and sending it across to them. നിങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കണം. You have to declare a fasting prayer. നാബോത്തിനെ പ്രധാനമായിട്ട് ക്ഷണിക്കണം. You have to invite specially Naboth as a person into it. പ്രധാന സ്ഥലത്ത് കൊണ്ടുപോയിരുത്തണം. You have to go and sit him in the most prominent place in the city. അതിനുശേഷം പ്രാർത്ഥനയൊക്കെ ആരംഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരെ നിർത്തിയിട്ട് പറയണം, ഈ അവിടെ ഇരിക്കുന്ന ആ പ്രധാന കസേരയിൽ ഇരിക്കുന്ന നാബോത്ത് ദൈവത്തെയും രാജാവിനെയും നിന്ദിക്കുന്നത് ഞങ്ങൾ കേട്ടെന്ന് പറയണം. ഇത് കേട്ട ഉടനെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് ഉപദേശിച്ചു. After that, when all have gathered and the meeting has started, you have to put two false saying people to blaspheme. He's telling that he has blasphemed the king and God, and slowly take him out of that community and you have to stone him and kill him. ആ കാലഘട്ടത്തില് രാജാവിനെയും ദൈവത്തെയും എതിർത്താൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലാം. In those days, if they were resisting the king and God, they were stoned to death. അങ്ങനെ നാബോത്തിനെ ക്ഷണിച്ചു. നാബോത്ത് ആ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥനാ യോഗത്തിൽ ചെന്നു. Naboth was invited and he went to those fasting prayer. പുള്ളിക്ക് പ്രധാന സ്ഥാനമൊക്കെ കൊടുത്തു. He was given a very important place there. പ്രാർത്ഥിക്കാനോ പാട്ടുപാടാനോ ന്യായപ്രമാണം വായിക്കാനോ ഒക്കെ അവസരം കൊടുത്തു കാണും. Maybe he was given a time to pray or to read the law. അങ്ങനെ എല്ലാവർക്കും വലിയ സന്തോഷമായി, നമുക്കൊരു നല്ല രാജ്ഞിയെ കിട്ടിയല്ലോ, ഇങ്ങനെ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഒക്കെ നമ്മളെ ഉപദേശിക്കുകയും നാബോത്തിനെ പോലുള്ളവരോടൊക്കെ പിണക്കമില്ലല്ലോ, സ്ഥലം കൊടുക്കാതിരുന്നിട്ടും പ്രധാന സ്ഥാനം തന്നല്ലോ, എത്ര നല്ലൊരു രാജ്ഞിയാണ്
നമുക്ക് ലഭിച്ചതെന്നൊക്കെ അവർ ഓർത്തിങ്ങനെ ദൈവത്തെ സ്തുതിച്ചിരിക്കുകയാണ്. So they must have thought, what a good queen we have got. They are giving very importance to prayer and fasting, and they have given an important place to Naboth, though he did not give his place to them, and they are praising God there. കുറെ കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനാ ഹാളിലേക്ക് രണ്ടുപേർ കയറി വന്നു. Suddenly, two people entered that prayer hall. അവർ പറഞ്ഞു, നിങ്ങൾ പിടിച്ച് അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്നവൻ ഇന്ന് രാവിലെ രാജാവിനെയും ദൈവത്തെയും ചീത്ത പറയുന്നത് ഞങ്ങളുടെ കാതുകൊണ്ട് കേട്ടെന്ന് പറഞ്ഞു. They said, we heard with our ears today morning this person whom you have kept in the prominent place, he was blaspheming God and the king. പറഞ്ഞു തീരുകയും നാബോത്തിനെ പുറത്തു കൊണ്ടുപോയി അവർ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. Immediately Naboth was taken out and he was stoned to death. ഈ ഉപദേശം ആ സിനഗോഗിലെ ദൈവദാസന്മാർക്ക് കൊടുത്തത് ഇസബേലാണ് എന്നാർക്കും അറിഞ്ഞുകൂടായിരുന്നു. This idea was given by Jezebel to those people in the synagogue. No one was knowing about it. നാബോത്ത് കൊല്ലപ്പെട്ടപ്പോൾ അവൾ ഭർത്താവിനോട് പറഞ്ഞു, അവൻ ചത്തുപോയി, ഇനി പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ആ സ്ഥലം എടുത്ത് ചീരത്തോട്ടോ എന്തേലും ഉണ്ടായിക്കൊള്ളാൻ പറഞ്ഞു. When Naboth was killed, Jezebel said to her husband, he's been killed. Now you can take off that vineyard and make it into a garden. ഇതൊന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. This is written in 1 Kings chapter 21 verse 8 onwards. 21-ന്റെ 25 മുതൽ 26 വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ വിഗ്രഹാരാധനയും ദുർനടപ്പും ചെയ്തുകൊണ്ടിരുന്ന, മറ്റുള്ളവരെ ചെയ്യിപ്പിക്കുന്ന ഒരു ദുഷ്ടയായ രാജ്ഞിയായിരുന്നു ഈ ഇസബേൽ. Chapter 21 verse 25 and 26, when we read, we see how she did wickedness in the sight of the Lord and stirred up people to follow idols and things which the Lord had cast out of the Israel. ഏലിയാവിനെ പോലുള്ള പ്രവാചകന്മാരെ ദൈവം അയച്ചിട്ടും അവൾ മാനസാന്തരപ്പെട്ടില്ല. Even though the Lord had sent prophets like Elijah, she did not repent. അവൾ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. And she was not even ready to listen and repent to it. വിഗ്രഹാരാധനയും വ്യഭിചാരവും അവൾ ഒന്നിച്ച് തടസ്സം കൂടാതെ കൊണ്ടുപോയി. Without any hindrance, she was progressing in the idolatry and fornication. ജനത്തെ അതിനുവേണ്ടി അവൾ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. And she was tricking people into following that same ways. ആദ്യത്തെ ശിക്ഷ സംഭവിക്കുന്നത് അവളുടെ ഭർത്താവ് കൊല്ലപ്പെടുകയാണ്. The first punishment which is happening is her own husband is being killed. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 22-ന്റെ 34 മുതൽ നമുക്ക് ആ സംഭവം കാണാം. 1 Kings chapter 22:34 onwards, we will read about that incident. അവളുടെ പാപത്തിന്റെ പരിണത ഫലമായിരുന്നു തന്റെ ഭർത്താവ് അവൾക്ക് നഷ്ടപ്പെട്ടത്. As a result of her own sinful ways was that she had lost her own husband. എന്നിട്ടും അവൾ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. Still she was not ready to repent. തന്റെ ഭർത്താവ് മരിച്ചു, തന്റെ മകൻ രാജാവായി. Her husband died, her son became the king. ഇവൾക്ക് അപ്പോൾ ഒരു 60 വയസ്സ് കാണും. So she must have been around 60 years of age. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 30 മുതൽ 37 വരെ വായിച്ചാൽ 2 Kings chapter 9 verse 19 onwards, when we read, തലമുടിയൊക്കെ ചീകി കണ്ണുമൊക്കെ എഴുതി ഒരു ചെറുപ്പക്കാരിയെ പോലെ സിമ്രി എന്ന് പറയുന്ന ഒരു യുവാവിനെ വശീകരിക്കാൻ മാളിക മുകളിൽ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. So we see here a person who has very well kept her hair, and she has beautified herself and wanting to trick a person called Zimri in that upper room she was standing. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. Even after all these incidents had happened, she was not ready to change or to repent. അവളുടെ വീടിന്റെ മുകളിൽ നിന്ന് ഈ ചെറുപ്പക്കാരനെ ആകർഷിക്കാനായിട്ട് അവൾ ഒരുങ്ങി നിന്നിട്ട് അവനെ വിളിക്കുകയാണ്.
from the upper room of her home. She is very ready to attract this person and she is waiting for him. എന്നാൽ സിമ്രി ഒരു ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്നു. But Zimri was a servant of God. അവളെ തള്ളിയിടാൻ ആരുമില്ലേ എന്ന് സിമ്രി ചോദിക്കുകയാണ്. So this Jehu is asking, is there no one to throw her down? കേട്ട ഉടനെ ഈ ഇസബേലിന്റെ ജോലിക്കാർ അവളെ മാളികയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. So as soon as servants listened to it, the eunuchs of Jezebel threw her out of the upper chamber. കൈകാലുകൾ ഒടിഞ്ഞ് കഴുത്തൊടിഞ്ഞ് വയറ് പൊട്ടി അവൾ മരിക്കുകയാണ്. ഭയാനകമായ ഒരവസ്ഥയാണ് ഇസബേലിന്റെ അവസ്ഥ. അടക്കുവാനായിട്ട് ആൾക്കാർ വന്ന് നോക്കുമ്പോൾ ഇസബേലിന്റെ ശരീരത്തിൽ മാംസമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പട്ടികൾ തിന്നുകളഞ്ഞു. ദൈവിക ന്യായവിധിയുടെ ഭയാനകത പിന്നെയും തുടരുന്നത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 10-ാം അധ്യായത്തിന്റെ 7 മുതൽ 8 വരെ ഉള്ള വാക്യങ്ങളിൽ ഈ ആഹാബിന്റെയും ഇസബേലിന്റെയും മക്കളെ കൊന്നിട്ട് അവരുടെ തലകൾ 2 കൂമ്പാരമായിട്ട് കൂട്ടിവെക്കുന്ന ഒരു ചരിത്രമാണ് നമുക്ക് വായിക്കുവാൻ കഴിയും. വളരെ വേദനാജനകമായ ഒരു അനുഭവം. വ്യഭിചാരത്തിനും വിഗ്രഹാരാധനയ്ക്കും അന്യാരാധനയുടെയും ഫലം അവൾക്ക്, അവളുടെ ഭർത്താവിന്, അവളുടെ മക്കൾക്ക് ഉണ്ടായത് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അത് പഴയ നിയമ ചരിത്രം. ആ ചരിത്രത്തിൽ നിന്നുകൊണ്ട് പുതിയ നിയമത്തിലെ ഇസബേലിനോട് പറയുകയാണ്, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്നെ വലിയ കഷ്ടത്തിലാക്കും, നിന്റെ മക്കളെയും കൊന്നുകളയും എന്നുള്ള ദൂതാണ് നാം കേൾക്കുന്നത്. ഇത് വായിച്ചപ്പോൾ ഞാൻ പ്രിയപ്പെട്ടവരെ ഭയന്നുപോയി. വിറയലോടുകൂടിയാണ് ഞാൻ ഇതിന്റെ നോട്ടുകൾ എഴുതാൻ, എന്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. From the history which you space to repent. If you do not repent, I will come with this punishment. And as I was writing the notes, I was writing it with a great trembling in my heart. നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷ നമുക്കുണ്ടായാൽ അതത്ര വലിയ കാര്യമല്ല. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളിലേക്കോ നമ്മൾ സ്നേഹിക്കുന്ന ഭർത്താവിലേക്കോ അതിന്റെ ശിക്ഷ നീളുമെങ്കിൽ അത് ചിന്തിക്കാൻ മേല. അത് പുതിയ നിയമത്തിലുള്ള ഒരു ഡോക്ടറിനാണെന്ന് അറിയുമ്പോൾ, അത് യേശു പറഞ്ഞ ഒരു ഡോക്ടറാണെന്ന് അറിയുമ്പോൾ എന്നെ ഭയപ്പെടുത്തുകയാണ്. ഇത് ന്യായപ്രമാണ യുഗത്തിലായിരുന്നെങ്കിൽ അത്ഭുതമാകുകയില്ലായിരുന്നു. The fruit of our sin, if it's only to ourselves, it is okay, but it is percolating to our husband, our children, and it was a great sense of fear. It was not written in the Old Testament or in the time of judgment, but in the time of grace, when the Lord Jesus is saying that the judgment is reserved for this type of people. ദൈവിക ന്യായവിധിയിൽ ഉണ്ടാകുന്ന ഒരു കഷ്ടതയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിനും രക്ഷപ്പെടുത്താൻ കഴിയില്ല. If there is a thing that is as a result of divine judgment, no hospital can rescue that ദൈവം person. പറയുന്ന ഒരു കാര്യം, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും അവൾക്ക് മനസ്സായില്ലെന്നാണ്. Here the Lord is pointing out one thing. I gave her time to repent of her fornication, still she did not repent. നമ്മുടെ ദൈവം പാപം ക്ഷമിക്കുന്നവനാണ്. Our Lord is the one who forgives our shortcomings. നമ്മുടെ ബലഹീനത അറിയുന്നവനാണ്. He knows well our weaknesses. അത് മനസ്സിലാക്കി ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകും. He understands it, and the Lord will tell us before itself. അത് കർത്താവിന്റെ ദീർഘക്ഷമ അനുസരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. According to the long suffering of the Lord, He will keep on reminding us about it. പലരുടെയും ജീവിതാനുഭവങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. Through many experiences of many people, He'll be keeping on teaching us about it. നമ്മുടെ ഹൃദയം കഠിനമാക്കിയാൽ, but if we harden our heart, ഈ കൃപായുഗത്തിലും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. Even in this dispensation of grace, it will be not possible to escape. യെരൂശലേമിനെ നോക്കി നിലവിളിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന യേശുവിനെ
നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. We read in the Gospels, Jesus is crying out and speaking to the city of Jerusalem. യെരൂശലേമേ, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും വണ്ണം നിന്നെ ചേർക്കുവാൻ എനിക്ക് മനസ്സായി. ആ ചിറക് വിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവരെ വിളിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. We see a Jesus who is calling, "Oh Jerusalem, Jerusalem, how I longed, as the hen wants to put her young ones under her wings. I wanted to keep you under my covering." Is with that burden the Lord Jesus is crying out. നിന്റെ സമാധാനത്തിനുള്ളവരെ നീ അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. It would have been good if you had known the things concerning your peace. നിനക്കെതിരായി ഇതാ ഭയാനകമായ ന്യായവിധി വരാൻ പോകുന്നു. Behold, there is a great judgment that is coming against you. അവൾ കേട്ടില്ല. But she did not listen to it. അവൾ അത് വിശ്വസിച്ചില്ല. She did not believe on it. കാരണം അവൾക്ക് നല്ലൊരു മതമുണ്ട്, നല്ലൊരു പള്ളിയുണ്ട്, ജെറുസലേം പള്ളിയുണ്ട്. She had a good religion. She had a good temple of God in that place. പുരോഹിതന്മാർ അവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്. Many priests were ministering there. അവൾക്ക് നല്ലൊരു രാജാവുണ്ട്, പള്ളി പണിയുന്ന രാജാവ് ഹെരോദ രാജാവ് അവൾക്കുണ്ട്. They have a wonderful king Herod who was building the temple of God. റോമൻ സാമ്രാജ്യാധിപന്മാർ അവളോട് വളരെ ഫ്രണ്ട്ഷിപ്പിലാണ്. Even the Roman emperors are in friendship with this city. നല്ല കാർഷിക മേഖലകളും വ്യാപാര മേഖലകളും അവൾക്കുണ്ട്. They have wonderful places of enterprises and businesses. നല്ല കുടുംബവും മക്കളും അവൾക്കുണ്ട്. Wonderful family and children they have. ബന്ധുക്കളും സ്വന്തക്കാരും അവർക്കുണ്ട്. All relatives and friends they have. ഇനി യേശുവിന്റെ വാക്ക് എന്തിനാ കേൾക്കുന്നത്? So now what is the use of listening to the words of Jesus? എന്തിനാ മാനസാന്തരപ്പെടുന്നത്? What is the need to be repenting of? ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണല്ലോ, പാരമ്പര്യമുള്ളവരാണല്ലോ. We are the children of Abraham. We have good traditions. പ്രിയപ്പെട്ടവരെ, AD 70 സംഭവിച്ചത് ചങ്കിടിപ്പോടുകൂടി മാത്രമേ നമുക്ക് വായിക്കാനൊക്കൂ. Dear friends, what happened in AD 70, when we read, it brings a great fear and trembling in our hearts. റോമൻ ചക്രവർത്തിയായിരുന്ന നീറോയുടെ കാലത്ത് സൈന്യാധിപനായ ഡൊമീഷ്യനെ ഗലീലയിലേക്ക് അയക്കുകയാണ് AD 67 കാലങ്ങളിൽ. In the reign of Nero the emperor, he is sending Domitian to that place of Galilee in AD 67. ആയിരക്കണക്കിന് ജൂതന്മാരെ കൊന്നുകളഞ്ഞു. Thousands of Jews were killed. ഗലീല കടലിൽ സ്വന്തം കപ്പലിൽ വള്ളത്തിൽ കയറിയവരെ വള്ളത്തോടുകൂടി മുക്കിക്കളഞ്ഞു. In the Sea of Galilee, in their own ships, they climbed off the ships. With the ship, they drowned them in the sea. വിശ്വവിജ്ഞാനിയായിരുന്ന ചരിത്രകാരനായിരുന്ന യോസിഫസ് അന്ന് ഗലീലയുടെ ഗവർണറാണ്. The great scholar Josephus was the governor of Galilee in those days. അയാൾ പിന്നെ രക്ഷപ്പെടാനായിട്ട് കൂറുമാറി റോമാക്കാരുടെ കൂടെ ചേർന്നു. So to escape from them, he changed his group and joined along with the Romans. അതുകൊണ്ട് ജൂതന്മാരുടെ ഏർലി ചരിത്രം, ദി ആന്റിക്വിറ്റീസ്, ജൂയിഷ് വാർ എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ചരിത്ര പഠിതാക്കൾക്ക് അന്നും ഇന്നും ഒരാവേശമാണ്. The early history of Jews, the antiquities, the Jewish war, written by him, is very important to the scholars even of this day. ആ സമയത്താണ് നീറോ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അയാൾ മരിക്കുക. Those time is what Nero committed suicide. He died. But Domitian റോമിന്റെ ചക്രവർത്തിയായി. That time Domitian became the emperor of Rome. അയാളുടെ മകൻ ടൈറ്റസിനെ അയാൾ അടുത്ത യുദ്ധത്തിന് വേണ്ടി വിട്ടു. His son Titus was sent to the next war. ടൈറ്റസ് ഇന്നത്തെ സിറിയയിലെ അന്ത്യോക്യയിൽ നിന്ന് നേരെ ജെറുസലേമിലേക്ക് വരികയാണ്. Titus traveled from Syrian Antioch to Jerusalem. നിങ്ങൾക്കറിയാമോ, 10,000 ജൂതന്മാരെ വെട്ടിക്കൊന്നു. You know, thousands and 10,000s of Jews were slaughtered. 90,000 ചെറുപ്പക്കാരെ കന്നുകാലികളെ വിൽക്കുന്നത് പോലെ അടിമകളാക്കി വിറ്റുകളഞ്ഞു. 90,000 young people, they were selling the animals, they were sold in the slave market. അവരുടെ ദേവാലയം കത്തിച്ചു. The temple was burnt down. അതിന്റെ അടിത്തറ അയാൾ ഇളക്കി. The foundation of the temple was uprooted. ദേവാലയത്തിലെ
അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്ന ആ കൃപാസനം അയാൾ അന്ത്യോക്യയിൽ ആ ഗേറ്റിൽ കൊണ്ടുവച്ചു. The holy place, the ark which was kept, he went and kept it on the gate of that city. ഒരു കൂട്ടം ആൾക്കാരെയും പിടിച്ചുകൊണ്ട് അദ്ദേഹം റോമിൽ ചെന്നിട്ട് അതിന്റെ വിജയാഘോഷം, ജൂപ്പിറ്റർ ക്ഷേത്രത്തിലേക്കുള്ള ആ യാത്രകളൊക്കെ വായിച്ചാൽ നമ്മുടെ ചങ്ക് പിടയ്ക്കും. A group of people were taken as a victory procession towards Rome, and he's offering to the Jupiter god. When we read about these kinds of events, our hearts go into a great trembling. ഇതിന് കേവലം 40 വർഷങ്ങൾക്ക് മുൻപ് യേശു കരഞ്ഞുകൊണ്ട് അവരോട് മാനസാന്തരപ്പെടുവാൻ ഉപദേശിച്ച വചനങ്ങളെ കൂടെ ചേർത്ത് വായിക്കണം. We need to read this history along with 40 years ago. Jesus had cried out and pleaded with them, won't you repent from your ways? ഇവിടെ കഥ പറയുകയാണ്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തു. Here the Lord is saying, I gave her space to repent of her fornication. പക്ഷേ അവൾ മാനസാന്തരപ്പെട്ടില്ല. But she did not repent. പഴയ നിയമത്തെ ഇസബേലിന് ഏലിയാവിന്റെ കാലത്ത് മാനസാന്തരപ്പെടാൻ നല്ല അവസരമായിരുന്നു. In the Old Testament, Jezebel had time to repent in the days of Elijah. അവൾ മാനസാന്തരപ്പെട്ടില്ല. But she did not repent. അതുകൊണ്ട് അവളുടെ ഭർത്താവിന്, അവളുടെ മക്കൾക്ക് അവൾക്ക് സംഭവിച്ചത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. The Holy Spirit has written what happened to her, her husband, her children. പുതിയ നിയമത്തിലെ ഇസബേൽ, The New Testament Jezebel, അവൾ അവിടെ ഒരു പ്രവാചകയായിട്ടാണ് അറിയപ്പെടുന്നത്. she is known as a prophetess there. വെളിപ്പാട് പുസ്തകം 2:20 മുതൽ അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? Verse 20 onwards we see what all she is doing. ആ 20-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. Verse 20 please read and see. ആ ഇസബേൽ അവിടെ എന്താണ് ചെയ്യുന്നത്? What is this woman Jezebel doing? എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിച്ചിരിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. Notwithstanding, I have a few things against thee, because thou sufferest that woman Jezebel, which calleth herself a prophetess, to teach and seduce my servants to commit fornication and to eat things sacrificed unto idols. സഭ അവളെ അറിയുന്നത് ഒരു പ്രവാചകയായിട്ടാണ്. The church is knowing her as a prophetess. 2, അവൾ ദൈവദാസന്മാരെ ഉപദേശിക്കുന്നവളാണ്. Second, she is teaching the servants of God. അത് അനുവദനീയമായ കാര്യമായിരുന്നില്ല. It was not a thing to be allowed in that church. അവൾക്ക് ഉപദേശിക്കാം, പക്ഷേ ഭർത്താവിനെയും ദൈവദാസന്മാരെയും അവൾ ഉപദേശിക്കരുത്. But she can teach, she cannot be teaching her husband or the servants of God. അതിന് ദൈവം കൊടുത്തിരിക്കുന്ന ചില അധികാരമുണ്ട്. There are certain authorities laid down by the Lord. ആ നിയമം അവൾ തെറ്റിച്ച് ഇപ്പോൾ സഭയിൽ അവൾ ഉപദേശിക്കുകയാണ്. She was faltering that order and she is now teaching in the church. വിഗ്രഹാർപ്പിതം തിന്നുന്നതിനും ദുർനടപ്പാചരിക്കുന്നതിനും അതൊന്നും സാരമില്ല, ഇതൊക്കെ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തല്ലേ, പഴയ കാലമൊന്നും അല്ലല്ലോ എന്നവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. Committing fornication, eating things to idols, we are all, it is common in these days. She was teaching them to go ahead with it. സഭയിലെ ദൈവദാസന്മാർ പോലും ഇവൾ മുഖാന്തരം തെറ്റിപ്പോകുന്നുണ്ട്. Even the servants of God in the church are being tricked because of her. ഇവളെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് എഫെസോസ് സഭയിലെ വളരെ പ്രധാനപ്പെട്ട പാസ്റ്ററേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യക്ഷയായിരുന്നു ഇവൾ. പാസ്റ്ററേയും ഉപദേശിക്കുന്നവളായിരുന്നു എന്നാണ്. Historians say about her in the Ephesian church, more than the position of a pastor, even she was teaching the pastor those days. 3 കാര്യം നമ്മൾ പഠിച്ചാൽ മതി. In this, let's learn 3 things. നാം ആരാണെന്ന് അറിഞ്ഞിരിക്കുക. We need to know who are we. ദൈവദാസന്മാരെ ഉപദേശിക്കാൻ, ഭർത്താവിനെ ഉപദേശിക്കാൻ നമ്മളെ ദൈവം അനുവദിക്കുന്നില്ല എന്ന സത്യം നാം തിരിച്ചറിയുക. We know to know, come to know the truth that the Lord is not wanting us to teach our own husbands or the servants of God. പഠിപ്പിക്കാം, പക്ഷേ ഉപദേശിക്കാൻ പാടില്ല, അധികാരപ്പെടുത്താൻ പാടില്ല. They can say things about God, but they don't have the authority to lord it over them. അതുകൊണ്ട് ഭർത്താവിനോടും ദൈവത്തിന്റെ ദാസന്മാരോടും മാത്രമാണ് തടയുന്നത്. മറ്റുള്ള എല്ലാ മേഖലകളിലും അവർക്ക് പ്രവർത്തിക്കാവുന്നതാണ്, ഉപദേശിക്കാവുന്നതാണ്.
towards the husband and towards the other servants of God is where that type of hindrance is kept. But in all other realms, they can function. അതിന് പ്രത്യേകമായ ഉപദേശങ്ങളുണ്ട്. അതാണ് എന്റെ അർത്ഥം. There are certain doctrines attached to it, and that is what is the reason behind it. അപ്പോൾ നിങ്ങളുടെ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഏറി നിങ്ങളുടെ പ്രൊഫസറിനെ ഉപദേശിക്കാനും പ്രിൻസിപ്പാളിനെ ഉപദേശിക്കാനും അധികാരം നടത്താനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് അപകടമായി പോകും. വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ പോകും. In your college, you are being a student and you are trying to teach your teacher and your principal, and you are trying to do those things. It will not be favorable for you. You may have to discontinue your own education. ഇത് 20-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടാണ്, പഴയ കാലമല്ല എന്നൊക്കെ പറഞ്ഞ് പരിപാടി തുടങ്ങിയാൽ ചിലപ്പോൾ പഠനം തുടരാൻ സാധിച്ചെന്ന് വരികയല്ല, വെല്ലൂരും. This is the 21st century. I want to go in this way. If you think you may not be able to continue your study even if it is in Vellore. രണ്ടാമത്തെ കാര്യം, ദൈവം വെറുക്കുന്ന പാപമാണ് വ്യഭിചാരം. Second thing the Lord hates is fornication. മനുഷ്യൻ മരിക്കുന്നത് വരെ അതിനുവേണ്ടിയുള്ള ഒരു ആഗ്രഹം അവന്റെ ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. The flesh, the body, till he dies, there is a desire, longing towards that. അത് നമ്മൾ മനസ്സിലാക്കണം. We need to understand that. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഓടി ഒഴിയണം. Those type of situation, we need to flee from that. ആ സാഹചര്യത്തെ താലോലിക്കരുത്. We should not be tolerating those kinds of situations. അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ, അങ്ങനെ ഒരു താല്പര്യം വന്നാൽ, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ യോസേപ്പിനെ പോലെ ഓടണം. If those kinds of desires come, those kinds of situations arise like Joseph, you need to flee across from that place. ദാവീദിനെ പോലെ അതിനെ ഇങ്ങനെ കണ്ടും നോക്കിയും ഇരുന്നാൽ പാപത്തിൽ വീഴും. As David, if you are seeing it and you are very nicely thinking about it, you will fall into sin. കാലഘട്ടത്തിൽ ഈ ഉപദേശം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവർ. These days, this doctrine is very important teaching. പറയാണ്, ഞാൻ ഹൃദയത്തെ അറിയുന്നു, ഉൾപ്പൂവുകളെ അറിയുന്നു. The Lord is saying, I know the hearts. I search the reins of your heart. നമ്മുടെ കർത്താവിനെ മറച്ച് നമുക്കൊന്നും ചെയ്യാനൊക്കെയാണ്. We cannot do anything hiding from the Lord. ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. It is not possible at any moment in our lives. ഇങ്ങനെയുള്ള ആഗ്രഹത്തിൽ നമുക്ക് രക്ഷപ്പെടാനും സാധ്യമല്ല. These kinds of desires, we cannot be escaped from this. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? So what do we have to do in this kinds of situations? സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സ്വയം പരിശ്രമിക്കണം. We need to take efforts so that these kinds of situations don't arise on its own. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനു വേണ്ടി ചിന്തിക്കരുത്. Do not think in your mind till the lust is conceived. നമ്മുടെ ചിന്താമണ്ഡലത്തെ നമ്മൾ നിയന്ത്രിക്കണം. We need to control our realm of our mind. ഇങ്ങനെയുള്ള പാപങ്ങളിൽ വീഴുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? Do you know how do we fall into these kinds of sins? ആദ്യം ഒന്ന് നോക്കി, first you see, ആഗ്രഹമുണ്ടായി, and then you have a desire towards it. പിന്നെ ഒന്ന് വിളിച്ചു അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചു, then you called or you conversed with them, പിന്നെ നടന്ന് സംസാരിച്ചു, then you walked with them and spoke, പിന്നെ നിന്ന് സംസാരിച്ചു, then you stood and spoke. ഓരോ സ്റ്റെപ്പുകളും അപകടത്തിന്റെ മേഖലയിലേക്ക് പോവുകയാണ്. Each step is leading you into the danger zone. അതിന്റെ അർത്ഥം ആരോടും സംസാരിക്കരുത്, ആരോടും സഹകരിക്കരുത് എന്നൊന്നുമല്ല. That means it's not that you have to not talk with anyone or not converse with anyone. ഒരു വിശുദ്ധിയായ സ്ത്രീക്ക് ആരോട് സംസാരിക്കാം, ആരെയും കാണാം, ആരെയും നോക്കാം, അതൊന്നും തെറ്റല്ല. പക്ഷേ ഇവിടെ എല്ലാം ഒരു നിയന്ത്രണമില്ലെങ്കിൽ അപകടം എപ്പോഴെങ്കിലും സംഭവിക്കും. The holy woman can speak to anyone, can converse with anyone, but if there is not a control associated with it, there can be dangers associated with it. അങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലുള്ള ഈ ആഗ്രഹങ്ങൾ, ഇമോഷണൽ, അങ്ങനെയാണ് മനുഷ്യ ശരീരം. എത്ര മിടുക്കനാണെങ്കിലും സാഹചര്യം അനുകൂലമായാൽ അവൻ പാപത്തിൽ വീഴാം. That is how these desires erupt in our fleshly mind. How much of a smart he is, when the situations arise, there is an opportunity to fall into sin. അങ്ങനെ വീണാൽ ഉണ്ടാകാവുന്ന അപകടം ഭർത്താവിന്, മക്കൾക്ക് പോലും അത് ബാധിക്കുമെങ്കിൽ നാം എത്ര ഭയപ്പെടേണ്ടിയിരിക്കുന്നു.
If you fall into that, it will be a danger to the husband, to the children. If you know about it, how careful we need to be according to എനിക്ക് it. ഭയം കൊണ്ട് ഇത് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. I am not able to go further because of the fear associated with it. ഇതിനേക്കാൾ ശക്തമായി പ്രസംഗിക്കാൻ എനിക്കറിയാം, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. I can preach more powerfully than this, but I am not able to go further in this. ദൈവത്തിന്റെ കൃപയാൽ ദൈവന്യായവിധികളൊന്നും നമുക്ക് വന്നിട്ടില്ല ഇതുവരെ. By the grace of God, we have not have the judgments of God over our lives. അർത്ഥം നമ്മൾ നല്ലവരാണെന്നല്ല. It is not that we are very good people by our own. ദൈവം നമുക്ക് മാനസാന്തരപ്പെടാൻ തന്ന ഒരു ടൈം ഫ്രെയിമിലായിരിക്കും ഇപ്പോൾ നമ്മൾ. Because we may be in that time frame where the Lord has given us the time to change or to repent. എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് നമ്മുടെ പിടിയിൽ നിൽക്കുകയില്ല. But if the time is ended and what happens, it is not in our control. തുയത്തൈര സഭയിൽ ഇസബേലിനെ അംഗീകരിച്ചതിന് കുറ്റം സഭയോടും അവളോടും അവളുമായി പാപത്തിൽ ഏർപ്പെടുന്നവരോടുമുള്ള ശക്തമായ ദൂത് പറയുന്നത് നമ്മളോടുള്ളൊരു ദൂതായി കണക്കാക്കി നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം. So we see the message which is spoken to this Thyatira church and to Jezebel and to those who are associated with her in fornication. This powerful message, not only to them, but let us accept it as a message to us and humbly submit our lives into the hands of God. എന്നെ അറിയുന്ന, എന്നെ കാണുന്ന, എന്റെ ഉൾപ്പൂവുകളെ അറിയുന്ന എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഭയത്തോട് ജീവിപ്പാൻ എനിക്കും നമുക്ക് ഏവർക്കും കർത്താവ് കൃപ നൽകട്ടെ. Lord, I want to submit to the one who knows my heart, who knows the reins of my heart, and I want to live a life of holiness. I want to submit myself and all those who are hearing me. വിവചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless us with these words. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചയും നമുക്ക് ഒന്നിച്ചു കൂടാം. God willing, we will again meet in the coming week for listening to us, the continuation of this Bible study. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you. May the Lord bless you. Thank you. Thank you so much, Pastor, for a powerful word of God we have heard, and it is our responsibility to respond to it. It's very rare that we listen to this kinds of messages in these days, and as the body of Christ, we need to very open our ears and open our hearts to respond to this message, what we have heard, that the Lord, our God, though He is a God of love, compassion, and mercy, but He is the Lord who wants to give us time to repent from our evil ways, our wicked ways, and He wants to turn us to Him, and it's the time of grace. And it says Jezebel was given the time and she didn't repent, and this is the time for each one of us. The Lord has given us the time to repent. Amen. Hallelujah. Shall we look to the into the eyes of God, and as the Lord is spoken to us, let's ask the Lord to change our hearts, and let's pray to God that Lord, we want to be submitted to you, and we want to submit our lives into your hands. We also want to pray for Pastor's spiritual birthday. The Lord has led him in the last 47 years. It's a great blessing to the body of Christ. Can I request Dr. Naveen to lead us in prayer also for the blessing of Pastor, and also for the things that we have heard today. Amen. Thank you, Justin. Thank you, Pastor, for that very wonderful, powerful message. And it's my honor and great privilege today to pray for Pastor Paul. I was thinking it's a great blessing for young generation like us to listen from dear Pastor who have lot of life experiences, a lifestyle or a life which has been sold out for gospel, to preach the gospel, to somehow preach the gospel. And we are all, from the medical community, as doctors, medical fraternity, we are all very much encouraged by Pastor's life experiences, as well as
So I'm parallelly with the Word of God also. I want to speak on behalf of our brothers and sisters also joining here also, that we are really privileged and honored to have your presence with us. And I believe that God is raising up a generation through this, who is found in the Word of God, who is unshakable in this end times, where the Word of God, people are shaking, the world is shaking, but the unshakable Word is bringing great foundations in all our lives. So let's all join and pray for our dear pastor. Wherever you are, I would request you to raise your hands towards dear servant of the Lord, and let us all bless him and pray that God is going to use us powerfully more and more in the coming years. This 46 or 45 years of ministry which he was telling, I don't know the exact name, I forgot, but let us thank God for his life. Let us thank God for his family. Let us thank God for all the experiences which God has given in his life. Let us start praising God. Hallelujah, hallelujah. Oh യേശുവേ, നന്ദി കർത്താവേ, നിന്റെ മകന്റെ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Hallelujah, hallelujah. We bless your holy name, O God. We bless your holy name, O Lord. Lord, those who wait upon the Lord will soar like eagles, O Lord Father. Oh, hallelujah. നിന്റെ മകനെ അതുപോലെ ഉപയോഗിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. Hallelujah, hallelujah. കർത്താവേ, ഈ അന്ത്യകാലത്ത് കർത്താവേ, നിന്റെ വചനമായി കർത്താവെ വീണ്ടും കർത്താവെ ലോകമെമ്പാടും കർത്താവെ ഈ വചനം കർത്താവെ നിന്റെ ശബ്ദവുമായി കർത്താവെ ഈ ഒരു നിലയിൽ കർത്താവെ നീ നിന്റെ മകനെ ഉപയോഗിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഞങ്ങൾ ഇന്ന് Lord, we join everyone, those who have joined the Zoom meeting, oh Lord. Together we want to thank you, Lord Father, for his wonderful life, oh Lord Jesus. Lord, we pray for good health, oh Lord Father. Lord, he has gone through health issues this year during COVID times and many other issues, oh Lord Father. But your grace abounded in everything, oh Lord Father. We want to commit his family, his children, Lord, his church, his ministry, his spiritual children, everyone, oh Lord Father, whom he is connected to, oh Lord. All those who are connected to him, Lord, through this meeting also, Lord Father. We want to pray and bless. In Jesus' name, oh Lord, I pray. Amen, amen, amen. Amen, amen. Praise God. Amen. Thank you so much. Thank you so much, Pastor, for sharing to us from the Word of God. Thank you all for joining, and a very blessed, happy spiritual birthday to Pastor. And thank you all for joining. Thank you. Yes. Thank you, Dr. Naveen, for praying for me. Thank you. Pastor. God bless you. Thank you. Thank you. Thank you so much, Pastor. Thank you all. We would. Yes, Navi? Yeah, yes. We would like to request everyone to bring one more person next Tuesday. Join ചെയ്യുമ്പം എല്ലാവരും ഒന്നോ രണ്ടോ പേരെ കൂടെ കൂട്ടിക്കൊണ്ട് വരണം ഈ മീറ്റിങ്ങിന് വേണ്ടി. കാരണം അനേകം പേർക്ക് ഇതൊരു വലിയ അനുഗ്രഹമായി തീരുന്നു. Especially people who are in the medical side also, those who join. Request everyone to share about this meeting so that let many come and hear the word of God and their lives will be transformed.